ടൈറ്റായി. അതേമാതിരി തന്നെ നമ്മളിപ്പുറത്തും ടൈറ്റായി. ശരിക്ക് വയസ്സ് ഇടണ്ട, പക്ഷെ നമ്മൾ വയസ്സിട്ട് ടൈറ്റാകും. വയസ്സിട്ട് ടൈറ്റാക്കിയിട്ട് നമ്മൾ ചെയ്യണം. ചേട്ടാ 1.25 തീർത്തിട്ടാ. 1.25 തീർത്ത്. ഞാനിപ്പോൾ ചൊവ്വൂര് മരക്കമ്പനിയിലാണ്. നമ്മൾ കാവടിയിലെ തട്ടിനുള്ള മരം അറക്കാൻ വന്നിക്കണം കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളത് 60-65 ഇഞ്ച് വണ്ണുള്ള മാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ മാവാണ് നമ്മൾ അറുത്തുകൊണ്ടിരിക്കണത്. കാവടിക്ക് തട്ടിനാണ് ഈ അറക്കണത് കേട്ടോ. 1.25 ഇഞ്ച് തീർത്താണ് നമ്മൾ പലയെ പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1.25 ഇഞ്ച് ഉണ്ടാവില്ല നമുക്ക്. നമ്മളത് പ്ലെയിൻ ചെയ്ത് കനം കുറയ്ക്കും. അപ്പോൾ നമുക്ക് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 നൂലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ കനം. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കാവടിയിലെ വീഡിയോ ആണ് ഇടാൻ പോകണം കേട്ടോ. കാവടിയിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് എന്തിനു വേണ്ട ഫ്രെയിം കഴിഞ്ഞാൽ തട്ടാണ്. തട്ട്, ഫ്രെയിം, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ തട്ട് പണിയണ ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ മരം ഇറക്കണ തൊട്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാൻ. അപ്പോൾ എല്ലാവരും പോന്നോ. മരക്കമ്പനിയിൽ നിന്ന് മരം അറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മരം അറുത്തുകൊണ്ട് കൊണന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി കാവടിയിൽ തട്ട് ഡിസൈൻ വെട്ടണം. ഡിസൈൻ വെട്ടാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാല ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മാല് കാവടിയിലെ. അപ്പോൾ കാവടിയുടെ മാല് ഇതാണ് കേട്ടോ. ഇതാണ് മാല്. ഈ മാല് വെച്ച് നമ്മൾ ആദ്യം പലകയായിട്ട് വരെ അറുത്തിട്ട്, കാരണം കണ്ട ഒരു 15 ഇഞ്ച് 16 ഇഞ്ച് വീതിയുള്ള പലകയായിട്ടാണ് നമ്മൾ അറുത്തുണ്ടായിരുന്നത്. അത് അറുത്ത് കൊണന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ മാലുണ്ട്, ഈ മാല് വെച്ച് നമ്മൾ ഇതുമ്മേ പെൻസിൽ കൊണ്ട് വരയ്ക്കും. വരച്ചിട്ട് നമ്മൾ ഇത് വളവ് ഇറക്കാൻ കൊണ്ടും ചെറിയ ബ്ലേഡ് ഉണ്ട്, ഇങ്ങനെ വളവ് കറക്റ്റായിട്ട് അറുത്തിടുന്ന റീസുണ്ട് അവിടേക്ക് കൊണ്ടുപോകും. അത് വേറെ സ്ഥലത്താണ്. നമ്മളിപ്പോൾ മരം അറുത്ത സ്ഥലത്തല്ല, അത് വേറെ സ്ഥലത്ത്. അത് അവിടേക്ക് കൊണ്ടുപോയി നമ്മൾ ഈ ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്യും. ഡിസൈൻ കട്ട് ചെയ്ത് നമ്മൾ കൊണന്ന് കഴിഞ്ഞിട്ട് ഇത് പിന്നെ പ്ലെയിൻ ചെയ്യാൻ കൊണ്ടുപോയിട്ട് കണ്ട നല്ല മിനുസാക്കി കണ്ട മിനുസാക്കിക്കണ്. സാധാരണ മരക്കമ്പനി അറുത്ത് വരുമ്പോൾ ആകെ ഇതുമൊക്കെ അറക്കപ്പാടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലെയിൻ ചെയ്യാൻ കൊണ്ടുപോകും. പ്ലെയിൻ ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. മരം അറുത്തു, പിന്നെ ഡിസൈൻ വരച്ച് ഡിസൈൻ വെട്ടി പ്ലെയിൻ ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ പണിയാൻ തുടങ്ങണം കേട്ടോ. പണി തുടങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ മാല നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഈ മാലായിരുന്നു കേട്ടോ, ഈ മാലായിരുന്നു. ഇപ്പോൾ ഈ കൊല്ലം ഞാൻ മാലൊന്ന് ഹൈറ്റ് കൂട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ അടിവശം അടിയിൽ കണ്ട വര കണ്ട 2 ഇഞ്ച് ഹൈറ്റ് കൂട്ടി. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആടാൻ സുഖമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി കൈ ഒന്ന് പിടിച്ചാടാം. അടിയിലിപ്പോൾ തലയ്ക്കൊന്ന് വേദന എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കൈ പിടിച്ച് ആടാം. ഇതാവുമ്പോൾ ഇത്തിരി ഹൈറ്റ് കുറവായ കാരണം ഒന്ന് അടിയിൽ തട്ടുമ്പോൾ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കൈ എത്താവത്തെ കൈ മടങ്ങി ഒന്നുകൂടി വരും. ഇത് 2 ഇഞ്ച് നമുക്ക് ഹൈറ്റ് കൂട്ടുമ്പോൾ 2 ഇഞ്ച് കുറച്ച് ഇറക്കി പിടിച്ചാൽ മതി. കൈ അധികം മടക്കേണ്ട ആവശ്യമില്ല. അടിയിലിങ്ങനെ താങ്ങിയിട്ട് നമുക്ക് തല ഒന്ന് ചൂടാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാലിന് ഹൈറ്റ് കൂട്ടിയിട്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ തണ്ട് നമ്മൾ പ്ലെയിൻ ചെയ്ത് കറക്റ്റായിട്ട് കണ്ട 1.25 വീതി, പിന്നെ കനം 1.5 ഇഞ്ച് ആക്കിയിട്ട് നമ്മൾ അറക്കുമ്പോൾ 2 ഇഞ്ചിലൊക്കെ ഇറക്കണം കേട്ടോ. 2 ഇഞ്ചും 1.25. എന്നാലും പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വീതി കിട്ടുള്ളൂ. പിന്നെ ഇത് മാവായ കാരണം ഒന്ന് വളയും. അപ്പോൾ നമ്മൾ വരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട ഇത് നമുക്ക് വരച്ചിട്ടുണ്ട് കണ്ട. ഇതൊക്കെ കുടുംബിയാണ്. ഇതിൽ തുള വരും, കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പൂളടിച്ച് കയറ്റാനുള്ളത്. ഇതൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നീളം മുറിച്ച് നല്ല ഭംഗിയാക്കി ഇതിൽ കുടുംബ തീർത്ത് ഇതിലൊരു തുള വരും പൂളിൻ്റെ. പിന്നെ ഇതിൽ പട്ട വയ്ക്കും. പട്ട വെച്ച് ഇതിൽ ഹോളടിക്കണം. എന്നിട്ട് അതിലേക്കാണ് പൈപ്പ് കൊണ്ടൊന്ന് വെൽഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസിലൂടെ നമ്മളെല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇതാണ് തണ്ടിൻ്റെ മുകളിലുള്ള പടി. 3 ഇഞ്ച് പടിയാണ്. അപ്പോൾ അത് കണ്ട സെൻറ്ററിൽ കണ്ടൊരു വര. ഇത് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് ഇടാനുള്ളതാണ്. അത് മുകളിൽ ഇങ്ങനെ വരും.
എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ താഴേക്ക് ഇറങ്ങും. ഈ തണ്ടുമ്മിക്കാണ് ഇറങ്ങുക. ആ പൈപ്പ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ 3 ചോദിക്കാനുള്ളത്, അടിയിൽ 1.25 തണ്ട്. ഇതാണ് തണ്ട്. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾക്ക് സംഭവം നീളം മുറിക്കാൽ മതി. ഇതിങ്ങനെ നീളം മുറിക്കും. കട്ടർ കൊണ്ട് മുറിച്ചാലും കുഴപ്പമില്ല, ഊലോണ്ട് മുറിക്കുകയാണെങ്കിൽ ഇത്തിരി ഭംഗി കിട്ടും. കട്ടർ കൊണ്ട് മുറിച്ചാലും കുഴപ്പമുള്ള കേസല്ല. കട്ടർ കൊണ്ട് മുറിച്ചപ്പോൾ ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾക്ക് സെറ്റ് പണിയുന്ന കാരണം പിന്നെ കട്ടർ കൊണ്ട് മുറിക്കുന്നില്ല, ഊലി കൊണ്ട്. അത് മാത്രം. നല്ല നീളമെന്ന് വെച്ച് കഴിഞ്ഞാൽ വര നിർത്തി മുറിക്കിട്ടാ. വര നിർത്തി കട്ടർ കൊണ്ട് മുറിച്ചിട്ട് നമ്മൾ ഊലി കൊണ്ട് വര കുത്തും. അങ്ങനെയാണ് ചെയ്യുക. ഊലി കൊണ്ട് മുറിച്ച് ഇതേമാതിരിയാവും. കണ്ട ഈ അരു കണ്ട അടിപൊളി. അപ്പോൾ നമ്മൾ ഇതിലിനി കുടുംബം തീർക്കും ഇങ്ങനെ. എന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പലക കയറ്റി വിടും. എന്നിട്ട് ഇതിൽ തുളയ്ക്കും, ഇതിൽ ആപ്പടിച്ച് കയറ്റാം. ഇപ്പോൾ ഇവിടെ ടൈറ്റ് ആവും ഈ വരയിൽ വന്നിട്ട്. കണ്ട ഈ തലയും മുറിക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഫുള്ളും പെട്ടെന്ന് കാണിക്കില്ല, കാരണം കുറേ ലെങ്തി ആവും വീഡിയോസ്. അപ്പോൾ വീഡിയോ ലെങ്തി കൂടുന്ന കാരണം നമ്മൾ 2-3 ഇങ്ങനെ മുറിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായില്ലോ. അപ്പോൾ എല്ലാതും ഇങ്ങനെ മുറിക്കുന്നത്. പിന്നെ അടുത്ത പണി വരുമ്പോൾ അടുത്ത് കാണിച്ചു തരാം. ഇതാണ് കണ്ട. ഇപ്പം 2 തവണ ഞാൻ കാണിച്ചു തന്നില്ലേ. ഇതാണ് സംഭവം. ഇതേമാതിരി എല്ലാം മുറിക്കണം. ഇത് നീളം മുറിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കുടുംബം തീർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പലകേമ മാല് വെച്ച് വരച്ച് അതുമ്മ ഹോളടിക്കണം. അതൊക്കെ നമുക്ക് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ ഇതിൻ്റെ നീളം മുറിച്ചു. ഇതാണ് നമ്മൾ ചെയ്തത്. 2 തലയും ഇതേമാതിരി കണ്ട നീളം മുറിച്ചു. അപ്പോൾ ഈ ഒരു വര കേസ് പറഞ്ഞില്ലേ നമ്മൾ കുടുംബം തീർക്കണമെന്ന്. അപ്പോൾ നമ്മളിത് ഇവിടെ കീറ്റിട്ടുണ്ട്. കീറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇതാണ് കീറ്റ് കട്ട. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വരച്ച് കറക്റ്റാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം തീർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വര തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പേനോണ്ടൊന്നും ഇങ്ങനെ കീറ്റ് കട്ടാൻ വരാൻ ഒന്ന് വരച്ചു കേട്ടാ. ഇത് നമ്മൾ കുടുംബം തീർക്കാൻ പോവാണ് കേട്ടോ. കുടുംബം ആ വരയൊപ്പം തന്നെ വര നിർത്തിയിട്ടൊന്ന് കുത്തുക. അത് കഴിഞ്ഞ് ഈ കീറ്റ് കട്ടാര അത്ര കണ്ട താന്നു. അത് കഴിയുമ്പോൾ വര കറക്റ്റ് കുത്തുക. കറക്റ്റ് കുത്തുക. കുടുംബം ഞാൻ തീർക്കട്ടെ. അത് കണ്ടുപിടിച്ചോടാ. അല്ലെങ്കിൽ 10 പണി ഡൗട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്റ്റിൽ പറഞ്ഞു കൊടുക്കാം. കുടുംബം പകുതിയാണ് കുത്തിയിരുന്നത്. 2 സൈഡും പകുതി കുത്തിയിരുന്നത്. മരത്തിന് കമ്പും മരത്തിൻ്റെ വഴി നോക്കിയിട്ട് വേണം കുത്താൻ കേട്ടോ. അല്ലെങ്കിൽ കയറി പോകും, ചിലപ്പോൾ പൊളിഞ്ഞു പോകാണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്യുന്നത്. ശരിക്കും 3 കിലോയാണ് ചെയ്തത്. 2 കൂടി 3 കിലോ തയ്ക്കാൻ കേട്ടോ. നമുക്ക് 2 കിലോടെ എടുക്കാം. നമുക്ക് കാര്യം നടന്നാൽ പോലെ ഏതുകൊണ്ടായാലും. അപ്പുറത്ത് പകുതി നമുക്ക് കൂടി കുത്തി നിർത്തി. പനി ബാക്കി ഇപ്പുറത്ത് നമ്മൾ വരയ്ക്ക് കറക്റ്റ് കുത്താം. കറക്റ്റ് കുത്തി ശരിക്കും മട്ടം ചാരിയൊക്കെ കറക്റ്റ് വഴി നടക്കാം. അപ്പുറത്ത് കുത്തി നിർത്തി നമ്മൾ ശരിക്കും ഈ ഭാഗം ക്ലിയർ ആയി. വേണ്ട ഇവിടെ വന്നിട്ട് നമ്മുടെ പലക ഒന്ന് മുട്ടിക്കും. കാവടി മറ്റേ തട്ടിൻ്റെ പലക വന്നിട്ട് മുട്ടിക്കും. ഇതിലാണ് തുളയ്ക്കാം. ഇത്ര കനത്തിൽ പലക ഒന്ന് മുട്ടിക്കും. ഇപ്പം സൈഡ് നമുക്ക് ഇപ്പം സൈഡ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഒന്നും കൂടി മുട്ടുക. അപ്പോൾ ഇതും അടിപൊളിയായിട്ട് കണ്ടാ കുടുമി അതാണ്ട. ഞാൻ മാറി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ട് കാണിച്ചു തരാം. കണ്ടാ ഇതിലാണ് നമ്മളിത് കയറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കിയേ സാധനം കയറും. ഇത് ഉള്ളിൽ കയറി പോകാത്തത് ഇത് സ്വല്പം വീതി കൊണ്ടുണ്ട്.
അപ്പോൾ ആ തുള ഇതിമില്ല. അത് നമുക്ക് തട്ടി കൂട്ടുന്ന സമയത്ത് ആ പലകയാകുമ്പോൾ സ്വല്പം തീ അരി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കയറി കൊണ്ട അതിൻ്റെ അരിയൊക്കെ കയറി കൊണ്ട് കണ്ട വേണ്ട ഞാൻ കാണിച്ചുതരാം. വേണ്ട കറക്റ്റ് ഇതായി. എന്നിട്ട് ഇത് ഈ ഭാഗം വന്നിട്ട് ഇതിൽ മുട്ടിക്കും. ഈ ഭാഗം ഇങ്ങനെ വന്നിട്ട് മുട്ടി നിൽക്കും ഇതിൽ. ഇതാണ് കുടുംബ തെറുക്കൽ കേട്ടാ. ഇവിടെ നമുക്ക് വെട്ടാളമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. വെട്ടി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കാണിച്ചു തരാം നമുക്ക്. ഇതിപ്പോൾ തണ്ടിൻ്റെ കുടുംബ തെറുക്കൽ. ഇതിൽ പട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ തണ്ടിൻ്റെ കുടുംബ തെറുക്കൽ ഇതാണ് സംഭവം. അങ്ങനെ നമ്മൾ ഇത് സാൻഡ് അടിച്ച് മിനുസാക്കിയത് ഇങ്ങനെ അരുവശമൊക്കെ നമ്മൾ സാൻഡ് അടിച്ചുട്ടാ. കാരണം വാളിൻ്റെ അറക്കപ്പാടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിട്ടാ. ഇത് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം എന്ത് പണിയാലും നമ്മൾ ജോഡി മാർക്ക് ചെയ്താലേ റെഡി ആവുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു സൈഡിലേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ വലത് ഇടത് എന്ന് പറയില്ലേ, അത് ശരിക്കും ജോഡിയല്ലേ. അതേമാതിരി നമ്മളിത് ജോഡി മാർക്ക് ചെയ്യണം. ജോഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് മാരി വെച്ച് വരച്ച് തുളക്കുള്ള മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജോഡി മാറി കഴിഞ്ഞാൽ എല്ലാം ഒരു സൈഡിലേക്ക് ആവും, ചിലപ്പോൾ അപ്പുറ സൈഡിലേക്ക് ആവും. അപ്പോൾ കാല് വീണ്ടും നമ്മൾ അടുത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ജോഡി മാർക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ നല്ല വശം നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. നല്ല ഭാഗം, നല്ല ഭംഗിയുള്ള ഭാഗം ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഭംഗിയുള്ള ഭാഗം ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള. അപ്പോൾ നമ്മളിതൊന്ന് മാർക്ക് ചെയ്തു. നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിവിടെ മാർക്ക് ചെയ്തിട്ട് ഇത് ജോഡി ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്ക് ചെയ്ത വശം, ഇതിങ്ങനെ വെക്കണം. ഇത് ജോഡിയാണ്. ജോഡി എന്ന് പറഞ്ഞാൽ ഇപ്പം 2 വശം കണ്ട, ഇത് നല്ല ഭാഗം, ഇത് നല്ല ഭാഗം. അപ്പോൾ ഇതിങ്ങനെ വെച്ചാലും ജോഡിയാവും. ഇത് നല്ല ഭാഗം, ഇത് നല്ല ഭാഗം. ഇതിൻ്റെ ഉള്ളിൽ തുളയ്ക്കുക. ഇത് നല്ല പാടം. അപ്പോൾ നിങ്ങൾ 10 മാർക്ക് ചെയ്യും. ഇതും അതേമാതിരി ഉണ്ട്. അപ്പോൾ ഈ നീളങ്ങൾ കറക്റ്റ് മുറിക്കണം, അല്ലെങ്കിൽ ഈ സാധനം കോകുത്തി നിൽക്കും. നീളം കറക്റ്റ് മുറിക്കുക. വേറെ കണ്ടോ, ഒക്കെ കറക്റ്റാണ്. ഈ നീളം മുറിക്കുക. നമുക്ക് കാവടിയുടെ തട്ടിൻ്റെ പലക നമ്മളിതൊക്കെ സെറ്റാക്കിയില്ലേ, മാലൊക്കെ വെച്ച് വരച്ചു. അപ്പോൾ കണ്ട, ഇതൊരു ഹോളടിക്കാം, പിന്നെ ഇത് നീളം കട്ട് ചെയ്യണം. ഇവിടെ നീളം കട്ട് ചെയ്യണം, ഇവിടെ അടിവശം നീളം കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഹോൾ എടുക്കാം, പിന്നെ നീളമൊക്കെ കട്ട് ചെയ്യാം. ഇത് നമ്മൾ മെഷീൻ എടുക്കാം. ഇവിടുത്തെ ഇത് നമ്മൾ ഒരു ഹോൾ അടിച്ചിട്ട് കൂടി കൊണ്ട് എടുക്കാവുന്ന സംഭവമാണ്. ഇത് മെഷീൻ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് മെഷീൻ എടുത്ത് പോരാ. അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നീളം കട്ട് ചെയ്തിട്ടുണ്ട്. നീളം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാം നമുക്ക്. നീളം കറക്റ്റ് ആണെങ്കിൽ കട്ട കൊണ്ട് കട്ട് ചെയ്യട്ടാ. നമ്മൾ പിന്നെ ഉളി കൊണ്ട് കട്ട് ചെയ്ത് ശീലമായിട്ട് ഉളി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. പിന്നെ നമ്മുടെ കാവടിയിലല്ലേ, നമുക്ക് ഇത്തിരി ക്ലിയർ ആക്കി ചെയ്യാം. ഈ അരി കറക്റ്റായിട്ട് ഉളി കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയായി. ഇതാണ് ഈ സൈഡ് കട്ട് ചെയ്തു. ഇനി ഈ സൈഡ് അടിവശം ഇനി ഇതും കട്ട് ചെയ്തു. ഈ 2 സൈഡ് കട്ട് ചെയ്തു. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി നമുക്ക് തുള ഒന്ന് ക്ലിയർ ചെയ്യാം. തുള നമുക്ക് ചതുരം തുളയണം. സെൻറ്ററിലൊരു ഹോൾ അടിച്ചിട്ടുള്ളത്, ഡ്രില്ലുണ്ട് ഹോൾ അടിച്ചിട്ടുള്ളത്. ഈ ഉളി കൊണ്ട് ഇങ്ങനെ എടുക്കുക എളുപ്പത്തിനാണ്. ഹോൾ അടിച്ചിട്ട് എടുക്കാൻ പറ്റും, പക്ഷെ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അപ്പോൾ ഇതേമാതിരി തുളയിട്ടാ കണ്ടാ, ഇതേമാതിരി തുളയാക്കാം.
ഇതിൻ്റെ പണി കഴിഞ്ഞു. അതെ ഈ പണി കൊണ്ട് തുളയ്ക്കാമോ? ഇവിടെ ഞാൻ തുളച്ച് വെച്ചിട്ട് വേറെയൊക്കെ അല്ല പണി കഴിഞ്ഞിരിക്കുന്നതാ. നമ്മളിപ്പോൾ തുളയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുള കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ തുള നമുക്ക് കഴിഞ്ഞു. ഇനി ഇത് മാത്രമേ ഇത് ചെയ്യാൻ പെടുന്ന നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാവടി ഇങ്ങനെ ആടുമ്പോൾ കൈ കൊള്ളുമ്പോൾ വേദന എടുക്കും. അപ്പോൾ ഇത് ഉരുട്ടി 2 സൈഡ് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും ചെയ്യും. പിന്നെ ഇവിടെ ഏണ് വരില്ല. ഉരുണ്ട് കിടക്കുമ്പോൾ കൈ പിടിക്കാൻ സുഖം. കൈ പൊട്ടൊന്നുമില്ല, തൊലിയൊന്നും പോയില്ല. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തുളയ്ക്കാം. സംഭവം വേറെ ഒന്നല്ല, ഈ ബിറ്റിടണത് ഇപ്പോഴാണ് ഞാൻ ഉരുട്ടണം ബിറ്റിട്ടു റൂട്ടറുമേ. അപ്പോൾ ഇത് ഉരുട്ടി കഴിഞ്ഞിട്ട് തുളയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് റൂട്ടർ. അപ്പോൾ ഇതുമ്മ നമ്മൾ കേട്ടാ ബിറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഉരുട്ട വേണ്ടോ, 2 ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടാം. ഈ 2 സൈഡ് ഉരുട്ടി കഴിഞ്ഞോളൂ കണ്ടാ. 2 സൈഡ് ഉരുട്ടി കണ്ടാ മിനുസായില്ലേ. പിന്നെ ഇത് പച്ചയായ കാരണം ഇത് ഈ മാവ് പച്ചയല്ലേ. അപ്പോൾ ഇതുമാതിരി മുരികൾ വരും ചില കൊടുത്ത്. അപ്പോൾ ഇത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇവിടെ ഒരു പേപ്പറിട്ടൊന്ന് ഉരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് പ്രൈമറൊക്കെ അടിച്ച് നമ്മൾ പെയിൻ്റ് അടിക്കണമെന്നുണ്ട. അപ്പോൾ ഇവിടെ പേപ്പറൊന്ന് ഉരച്ചാൽ മതി. അപ്പം തന്നെ മിനുസായിരിക്കും കണ്ടാ. വേണ്ട ഒരു കുഴപ്പമില്ല, കൈ കൂട്ടില്ല. അപ്പം ഇതാണ് സംഭവം ഉരുട്ടല്ലേട്ടാ. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ തുളച്ച് കഴിഞ്ഞാൽ സെറ്റായി. തണ്ടിൻ്റെ രണ്ട് തുളയിൻ്റെ ഒരു തണ്ട് അതും തുളച്ച് കഴിഞ്ഞാൽ തട്ടി കൂട്ടാൻ സംഭവം. ഇതാണ് സംഭവം. അവിടെ ഒരു തട്ട് നമ്മൾ തട്ടി കൂട്ടി കഴിഞ്ഞിട്ടാ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അത് കഴിഞ്ഞിട്ട് ഒരു തട്ട് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ കാണിച്ചു തരാട്ടാ. അപ്പോൾ കഴിഞ്ഞ തട്ട് നമ്മൾ കാണിച്ചു തരാം. കണ്ടാ ഒരു തട്ട് നമുക്ക് കഴിഞ്ഞ് ഇവിടെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാട്ടാ. നമ്മളിപ്പോൾ ഒരെണ്ണം സെറ്റാക്കിയാണ് കണ്ടാ. ഇത് നമ്മളെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പട്ട കണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 1 ഇഞ്ച് പൈപ്പ് വരും. ഈ പട്ടര സെൻറ്ററിലേക്ക് ഒരു ഇത് വെൽഡ് ചെയ്യും. ഇത് നമ്മൾ തുളച്ച് ബോൾട്ട് ഇട്ട് കാണണം കേട്ടോ. ഈ പട്ട നമ്മൾ ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് പൈപ്പ് കയറ്റിയിടുക. ഇത് തട്ടുകൂടി കഴിഞ്ഞിട്ട് പിന്നെ പൈപ്പ് കയറ്റിയിട്ട് ഇതിൽ വെൽഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ പൈപ്പുമ്മയ്ക്ക് ഇതിലൊരു ക്രോസ് ഇങ്ങനെ ചെരിച്ചിടും. ഒരു ചെറിയ റീപ്പർ ഇങ്ങനെ ഇവിടെ ഒരു റീപ്പർ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പലക വരാം. നമ്മൾ കാണിച്ചു തരാം സംഭവമൊക്കെ അങ്ങനെ. അപ്പോൾ ഇതാണ് തട്ട്. ഇതേ ഈ സൈഡ് തുളച്ച് കണ്ട ഞാൻ പറഞ്ഞില്ലേ, തുളച്ച് പൂളടിച്ച് കയറ്റിൻ്റെ സംഭവം. അപ്പുറത്ത് ഇതമാതിരി തന്നെ കേട്ടോ. അപ്പോൾ ഈ തട്ടിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ പലയിടണം. അത് പൈപ്പ് ഇട്ടിട്ടാണ് നമുക്ക് പലയിടാൻ പറ്റുള്ളൂ. അപ്പോൾ പൈപ്പ് ഇടണമെന്ന് പാട് ഇങ്ങനെയാണ് ആക്കി വയ്ക്കുക. നമ്മൾ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പലയിടാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ സെറ്റ് ചെയ്യണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തുളയൊക്കെ നമ്മൾ റൂട്ടറിൽ എടുത്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളെ ഈ തുള നമ്മൾ എടുക്കണം കാണിച്ചിട്ട് അതിലെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തണം. ചില ഭയങ്കര ലെങ്തിരിക്കും വീഡിയോ. അത് കാരണം ഇത് നമ്മൾ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്നതായിരുന്നു. തട്ടി വിട്ടാൽ നമുക്ക് തട്ടി കൂടാതെ പടം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാകാക്കണം. പാകാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഞാൻ പറഞ്ഞില്ലായിരുന്നു തുളച്ചിൽ കുത്തി കൊടുക്കണമായിരുന്നു, വീതി കൊടുക്കണമെന്ന്. ഇതൊന്ന് കുത്തി കൊടുക്കണം. ഇത് കുത്തി കൊടുക്കണം. ഇതും കുത്തി കൊടുക്കണം. അത് രണ്ട് നമ്മൾ കുത്തി കൊടുത്തുവിടാം. അതായത് നമുക്ക് ഈ 3 ഇഞ്ച് പടി ഇതിൽ പാകാൻ നോക്കാം. അത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇട്ട് നോക്കുക. അപ്പം കുറച്ച് കുടുംബം വരുന്നുണ്ട്. അപ്പോൾ അത് നീളം മുറിക്കും. അത് കുറച്ച് നീളം മുറിക്കും. നീളം മുറിച്ചു വേണ്ട. കറക്റ്റ് മുട്ടി. അപ്പം അത് റെഡി. ഇവിടെ ഇതൊരു ലേശം കുറിച്ച് പറയാനുണ്ട്. നമ്മൾ എല്ലാവരും പശയൊന്നും ഇല്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കാവടി തട്ടല്ല വെച്ചിട്ട് ഇടും. നമ്മൾ പശയ്ക്ക് ഇടും കേട്ടോ. നമ്മളിതിൽ നിറച്ച് പശ ഈ ഒരു ഇതിൽ മാത്രം ഇടണോ. അടിയിൽ തണ്ടിലിടേണ്ട ആവശ്യമില്ല. പൂളടിച്ച് കയറണം.
നമുക്ക് ആവശ്യത്തിന് ഊരാനൊക്കെ വേണ്ടിയിട്ട് ഇതിൽ പശിയിട്ട് നമ്മൾ ഈ സാധനം ഇതിലേക്ക് ഒരു തണ്ടെടുക്കുക. തണ്ടെടുത്ത് ഇതിൽ സെറ്റാക്കി ഇതെടുത്ത് ഇതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്താം. അത് ഉയരം വിഷയമുള്ള ഗ്യാസല്ല, നമുക്ക് വയ്ക്കാം. ഇതിൽ കഴിച്ചു നല്ല നിരപ്പുള്ള സ്ഥലത്ത് വയ്ക്കുക. പിരിവില്ല. ഇപ്പോൾ നമുക്ക് ഇത്തിരി പിരിവ് വന്നാലും വിഷയമില്ല, കാരണം നമ്മൾ റോട്ടിലൊക്കെ വെക്കണം. റോഡിൽ നിരപ്പുള്ള കറക്റ്റ് സെൻറ്ററാക്കുക. അതിന് പണം നമ്മൾ പൂളുണ്ടാക്കിയില്ലേ, പൂളടിച്ച് കഴിഞ്ഞാൽ സാധനം ടൈറ്റ് ആകുമ്പോൾ പൂള് കേട്ടാ കണ്ടാ. പൂള് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു തരാം. അല്ല പുറത്ത് അടിച്ചു തരണ്ട. ടൈറ്റായി. അതേമാതിരി തന്നെ നമ്മളിപ്പുറത്തും ടൈറ്റായി. ശരിക്ക് വയസ്സ് ഇടണ്ട, പക്ഷെ നമ്മൾ വയസ്സിട്ട് ടൈറ്റാക്കും. വയസ്സിട്ട് ടൈറ്റാക്കിയിട്ട് നമ്മൾ ചെയ്യണം, കാരണം പിന്നീട് പ്രശ്നം വരാൻ പാടില്ല. നമ്മൾ വയസ്സിട്ട് ഈ മുകൾ വശം കറക്റ്റ് ടൈറ്റാക്കും. അതൊക്കെ ടൈറ്റാണ്. ചിലർ പൂളടിച്ച് കയറ്റിയിട്ട് മുകളിലാണ് ഈ ചൂട്. അത് നല്ലത് വയസ്സിട്ട് 2 ഇഞ്ചാണി നമ്മൾ വെക്കണത്. 2 ഇഞ്ചാണി ഇതിന് മുകളിൽ അടിക്കും. അങ്ങനെ 2 വെച്ച് വയ്ക്കുക. ഈ ആണി നമ്മൾ പഞ്ചുകൊണ്ട് നാത്തി കൊടുക്കുക. പഞ്ചെടുക്കുക, താത്തി കൊടുക്കുക. നമ്മൾ താത്തി കൊടുക്കണം. ഓക്കെ. ഇത്രയുള്ള സാധനം കണ്ടാ, സംഭവം ഉണ്ടോ? ഇതാണ് സംഭവം. അപ്പൊ ഈ സാധനം ഇനി ഇതിന്റെ മുകളിലാണ് നമ്മൾ പൈപ്പിലേക്ക് ഇറക്കി ഇതിൽ വെൽഡ് ചെയ്യുക. ഇത് നമ്മളിപ്പോ വെറുതെ കൈ കൊണ്ടായിട്ടാണ് ഇതൊക്കെ ടൈറ്റ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഇത് വരും, ഒരു ചെറിയ റീപ്പർ ഇവിടെ ഇല്ല, ഞാൻ മുറിച്ച് അപ്പുറത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ പൈപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റീപ്പർ വരും. അതിന്റെ മുകളിലാണ് പലക വരാ. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മുടെ തട്ടിന്റെ പണി. അപ്പൊ അത്ര വലിയ ആനത്തല കേസൊന്നുമില്ല. അപ്പൊ നമ്മള് ആരൊക്കെയെങ്കിലും ഈ കാവടി തട്ട് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാവടി ഫ്രെയിമും പണിത് കൊടുക്കും, തട്ട് മാത്രമാണെങ്കിൽ തട്ട് മാത്രം പണിത് കൊടുക്കും കേട്ടോ. ഇനി കാവടി പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടിയും പണിത് കൊടുക്കും. അപ്പോൾ ആരെങ്കിലും വല്ലതും പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടാ ഫ്രെയിമാ അല്ലെങ്കിൽ കാവടി ഫുള്ളാ ഏത് പറഞ്ഞാലും പണിത് കൊടുക്കുക. ആവശ്യത്തിന് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തട്ടുപണി ഇത്രയേ ഉള്ളൂ. ഇനി വേറെ ഇതിന് കൂടുതലൊന്നുമില്ല. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് നമ്മുടെ ഫ്രെയിമുമ്മ റിങ് അടിക്കലും ഷെർഡ് അടിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ തട്ടുപണി ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.